ഹലോ മക്കളെ, 2023 നീറ്റ് വീട്ടിൽ പോയി ഇന്ന് ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. കുറേ പേര് ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ വീട്ടിൽ പോയിട്ട് ഡെയിലി വീട്ടിൽ പോയി വന്നിട്ടാണ് പഠിക്കുന്നത്, സാർ കുറേ ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്, എങ്ങനെയാണ് സാർ അത് ക്ലിയർ ചെയ്യാൻ പറ്റുക? ഈ വീഡിയോ ഞാൻ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ കാരണം, ഞാൻ 2015 നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീട്ടിൽ പോയി വന്നിട്ട് ഡെയിലി വീട്ടിൽ പോയി വന്നിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ഡിസ്ട്രാക്ഷൻസും അതുപോലെ ഡെയിലി ബസ്സിൽ പോയി വന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ നാട്ടിലുണ്ടാകുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിച്ചിട്ടായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ. പക്ഷേ ആ സമയത്ത് എടുത്ത കുറേ മെഷേഴ്സൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാനും എൻ്റെ നീറ്റ് സ്റ്റോറി ചെറിയ രീതിയിൽ നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? രാവിലെ എണീക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, പഠിക്കുക, അന്നത്തെ ക്ലാസ് കേൾക്കുക, തിരിച്ചു വരിക, വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക, നെക്സ്റ്റ് റിപ്പീറ്റ്, അതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഈ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഈ മോഡ് ഓഫ് കോച്ചിങ് തിരഞ്ഞെടുക്കാനും പല കാരണങ്ങളുണ്ടാവും അല്ലേ? അതായത് കുറേ പേർക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആവാം, ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ. കുറേ പേർക്ക് വീടിനോട് അത്രയും ഇഷ്ടം, അല്ലെങ്കിൽ ഹോം സിക്ക്, പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ പച്ച ഇംഗ്ലീഷിൽ പറയാന്നുണ്ടെങ്കിൽ ഹോം സിക്ക് ആവാം, വീട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. കുറേ പേർക്ക് സുഖമാണ് അല്ലേ, വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടും, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തിറങ്ങാൻ പറ്റും, അങ്ങനെ കുറേ പ്ലാനിങ്ങിലൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി ഇതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായി ഡ്രസ്സ് അലക്കേണ്ട കാര്യങ്ങളില്ല, ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നെഗറ്റീവ് സൈഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേണി, നിങ്ങളെ യാത്രകൾ ചിലപ്പം ഭയങ്കര തിക്കിലും തിരക്കിലൊക്കെ പെട്ട് നിങ്ങൾ ആ ഒരു ദിവസം ഭയങ്കര സാച്ചുറേറ്റഡ് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങൾ നാട്ടിൽ കുറച്ചും കൂടി ജനകീയമായി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, നാട്ടിലെ കല്യാണങ്ങൾ, ഫംഗ്ഷൻസ്, കുറേ കുടുംബത്തിലെ ഇവൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയി പോകും. ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു പ്രോപ്പർ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഐ ഡിഡ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അറ്റ് ഏർലിയസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആദ്യമായിട്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്ന ആൾ നിങ്ങളാവണം. ഓക്കെ, രാവിലെ എണീക്കുക, ഫ്രഷ് ആവുക, കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അന്ന് എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പ്രയറായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇക്വേഷൻസ് ഒന്ന് പഠിക്കുക, ക്ലാസ്, പിന്നെ നാട്ടിൽ നിന്ന് ഏറ്റവും നേരത്തെ ബസ്സിൽ പോവുക, അവിടുന്ന് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ക്ലാസ് കേൾക്കുക, അധ്യാപകരോട് നല്ല റാപ്പ് ഉണ്ടാക്കുക. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല റാപ്പ് ഉണ്ടാവുന്നൊക്കെ എല്ലാവർക്കും ഒരു വെപ്പില്ലേ? ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ കവർ ചെയ്യുക. നല്ല രീതിയിൽ റാപ്പ് ഉണ്ടാവുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഡൗട്ട് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് ലൈബ്രറിയിൽ നിന്ന് നന്നായിട്ട് ബുക്ക് റെഫർ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഹോസ്റ്റലല്ല, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒരിക്കലും നിങ്ങൾ ഇവിടെ എടുക്കാതിരിക്കരുത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അങ്ങനെ തിരിച്ചു വരാൻ നേരത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്ന സമയത്ത് ഓടി, നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് ജനഗണമന ചെല്ലുന്ന സമയത്ത് ബുക്ക് എടുത്ത് ഓടുന്നൊരു അവസ്ഥ ഉണ്ടാകും. അതേപോലെ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നിങ്ങൾ ഓടാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്കൊരു സർട്ടിഫൈഡ് കോഴ്സോ കാര്യങ്ങളിലോ അല്ല നിങ്ങൾ പഠിക്കാൻ വന്നിട്ടുള്ളത്. നിങ്ങളെ ഡ്രീം, നിങ്ങളെ സ്വപ്നം, നിങ്ങളെ ആഗ്രഹം, നിങ്ങളത് സക്സസ് ആക്കാനും നിങ്ങളത് ട്രൂത്ത് ആക്കാനും നിങ്ങളെ സത്യമാക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് കഴിഞ്ഞാലും അവിടെ ഇരിക്കുക, ബുക്ക് റെഫർ ചെയ്യുക, ഡൗട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്യുക, കമ്പൈൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ അത് ഡെഫിനറ്റ്ലി പഠിക്കുക. എന്നിട്ട് ബസ്സൊക്കെ ഒന്ന് കാലിയാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, തിരിച്ചു പോരുക. നെക്സ്റ്റ് വരുന്നത് ബസ്സിലെ സമയമാണ്. ചിലപ്പം 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.25 മണിക്കൂറൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? പിന്നെ വീട്ടിൽ നിന്നുള്ള ദൂരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, പോകുന്ന സമയത്തും നമ്മൾ കയ്യിൽ അന്നുള്ള ചെറിയ ഫോണിലൊക്കെ PDF കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾ റിക്കറൻ്റ് ആയിട്ട് ബുക്കുമായിട്ട് ബന്ധപ്പെടേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ? എസ്പെഷ്യലി ബയോളജി, ഇനോർഗാനിക്, ഓർഗാനിക്, ഈ കാര്യത്തിൻ്റെ ഒക്കെ PDF, NCERT ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ മൊബൈലാക്കി വെക്കുക, സമയത്ത് സ്ക്രോൾ ചെയ്യുക. അന്നാന്ന് എക്സാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ബുക്കൊക്കെ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക, സ്ക്രോൾ ചെയ്ത് വായിച്ച് നോക്കുക. ഒരിക്കലും നിങ്ങളെ ഒരു സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോലും എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതിനൊന്നും ഒരു മടിയും കാണിക്കരുത് കേട്ടോ. ചില ആൾക്കാർക്ക് കുറേ മടി ഉണ്ടാവും, ബസ്സിൽ അങ്ങനെ പഠിക്കാൻ പറ്റും, മോശമല്ലേ, ഞാൻ വലിയൊരു പഠിപ്പിസ്റ്റായി പോകില്ലേ, ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ഒരു വർഷം മാത്രമേ നിങ്ങൾ വൃത്തിക്കൊന്ന് പഠിച്ചാൽ മതി. ഇത്രയും ഹാർഡ് വർക്കും ഇത്രയും ഒരു കോമ്പറ്റിറ്റീവ് സ്റ്റഡി ഈ വർഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് മെഡിക്കൽ കോളേജിൽ പോകുകയെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് 6 വർഷം അല്ലെങ്കിൽ 5.5-6 വർഷം ഒന്നും നോക്കണ്ട, അടിച്ചുപൊളിയാണ്. ഈ ടൈപ്പ് ഓഫ് പഠനം നിങ്ങൾ എവിടെയും പഠിക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടൊരിക്കലും മടി കാണിക്കരുത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ബസ്സിലുള്ള ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കവറപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയാൽ അല്ലേ, ബസ്സിലൊക്കെ ഇറങ്ങി ഫ്രഷായി ഭക്ഷണം കഴിച്ച് പഠിക്കാനിരിക്കുക. ഒരിക്കലും സമയം ഒട്ടും വേസ്റ്റായി പോകരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1,80,000 ആൾക്കാരാണെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് കേരളത്തിൽ നീറ്റ് ചെയ്തത്.
ഒരുവിധപ്പെട്ട എല്ലാവരും ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ വീട്ടിൽ പോയിരുന്ന ആൾക്കാർ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, എപ്പോഴും മൈൻഡിലിട്ട് റിമൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. കാരണം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് കുറേ പ്രോഗ്രാംസ് വരാം. ഓക്കെ, ഇതിലൊക്കെ നിങ്ങളെ മെക്കാനിക്കൽ പ്രസൻസ് മാത്രമേ പാടുള്ളൂ. ഒരിക്കലും ഇതിൻ്റെ പ്ലാനിങ് കമ്മിറ്റിയിലേക്കോ നാട്ടിലെ പ്രോഗ്രാംസിലേക്ക് മുന്നിട്ട് ഇറങ്ങുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. എടാ, നിങ്ങൾ എൻട്രൻസ് ഒക്കെ കിട്ടിയാൽ എല്ലാ പ്രോഗ്രാംസിനും നിങ്ങളെ കാറ് വിട്ട് വിളിക്കടാ. അപ്പോൾ അതിന് ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. സോ പ്രോഗ്രാംസ് അങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കുറേ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നല്ലതാണ്, അവരോട് പറയാം എന്ത്, ഈ ഒരു കൊല്ലം ഞാൻ പഠിക്കാനിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കൂട്ടത്തുനിന്ന് ഡോക്ടർ വേണ്ടേ, നമുക്ക് പഠിക്കാനിരിക്കാം, നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും, നിങ്ങളെ ചെയ്തു തരണം. ഈ തരത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കസിൻസിനൊക്കെ എന്ത് ചെയ്യുക, അതേപോലെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. നിങ്ങളും അതേപോലെ മനസ്സിലാക്കുക. അതുപോലെ മൊബൈൽ ഫോൺസ്, നിങ്ങൾ പിന്നെ പഠിക്കാൻ ആവശ്യമായിട്ട് യൂട്യൂബ് ഇതുപോലത്തെ കണ്ടന്റ് യൂട്യൂബിൽ വരും. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യണം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനും ഫോൺ യൂസ് ചെയ്യുന്നതിനും ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ മൊബൈൽ ഫോൺ യൂസേജ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ ഒരു വർഷം പഠിക്കാനിരിക്കുന്നത് നിങ്ങളെ പിന്നെ ഡോക്ടറാവാൻ വേണ്ടിയിട്ടാണ്. സോ കൂടുതൽ സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ മൊബൈൽ ഫോണോ പിന്നെ നിങ്ങൾ ബാക്കി ഗെയിംസിലേക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പിന്നെ സമയം കണ്ടെത്താൻ പാടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി വന്നാൽ എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ പോയി വന്നാൽ അന്നെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ലോങ് ടൈം മെമ്മറി പിന്നെ സസ്റ്റെയിൻ ചെയ്യാനും അത് യൂസ്ഫുൾ ആവും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഡെഫിനറ്റ്ലി പിന്നെ അന്നെടുത്ത കാര്യങ്ങളൊക്കെ നോക്കുക, ആ എടുത്ത ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അത്യാവശ്യം ഒരു 4 hours ഒരു 12 വരെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ടൈം അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. പിന്നെ പിറ്റേ ദിവസം സെയിം ഫോമാറ്റ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ക്ലാസ് കേൾക്കുമ്പം അത് പിന്നെ പഠിക്കാനല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നത്, ഇപ്പോൾ ഡോപ്പയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിനോട് സംസാരിക്കാനും ബുക്ക് റെഫർ ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ട്. സോ അത് അവിടുന്ന് പഠിച്ച് തീർത്തിട്ടേ, ആ ചാപ്റ്റർ തീർത്തിട്ടേ വരാൻ പാടുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് മാത്രമേ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ നഷ്ടപ്പെടുത്തുമ്പോൾ ആ ഒരു മിനിറ്റിൽ മറ്റു പല വിദ്യാർത്ഥികളും, ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു മിനിറ്റ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ഒരു ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, സോ ഡോപ്പയിൽ 3ാമത്തെ ഓഫ്ലൈൻ ബാച്ച് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പിന്നെ നെക്സ്റ്റ് വീക്കിൽ എല്ലാവരും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളെ കോച്ചായിട്ട് ഡോക്ടേഴ്സായിട്ട് ഞങ്ങളിവിടെ ഉള്ളത്. സോ ആരും അറിയേണ്ട. ഡെഫിനറ്റ്ലി അടുത്ത വർഷത്തെ നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ കേരള റാങ്ക് വരാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ വെഡ്ജിൽ മിസ്സായി പോയ ആൾക്കാരൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും നിങ്ങൾ ആ കൺഫ്യൂഷനിൽ ഇരിക്കരുത്. നെക്സ്റ്റ് വണ്ടിയിലേക്ക് നമ്മളടുത്തേക്ക് വരിക, നമ്മൾ നിങ്ങൾക്ക് പ്രോപ്പർ സൊല്യൂഷൻ പറഞ്ഞു തരും. ഓക്കെ, സോ എല്ലാ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ, റെസിഡൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സാണ്, നമ്മളെ ആ ഒരു വിൽ പവറും നമ്മൾ എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു ആഗ്രഹത്തെ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും എല്ലാം. സോ എല്ലാം മനസ്സിലാക്കുക, അതിനനുസരിച്ച് മുന്നേറുക. കോമ്പറ്റീറ്റീവായിട്ടൊരു എക്സാമാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവും വിജയം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.